മുംബൈയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിലാണ് മലയാളിയായ സ്ഥാനാർത്ഥി ആൻസൺ തോമസ് മത്സരിക്കുന്നത്. ആൻസൺ തോമസ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നുമുണ്ട്. കേരളത്തിന് പുറത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റെവിടെയും ഒരു മലയാളി സ്ഥാനാർത്ഥിയെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കൗതുകമുണ്ടല്ലേ, ഒരു പ്രത്യേകതയുണ്ട്. യെസ്, ഞാനൊരു മലയാളിയാണ്. കേരളത്തിൽ എൻ്റെ റിലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ബോംബെയിലാണ് ജനിച്ചത്. സോ ഐ എം പ്രൗഡ് ടു ബി എ മലയാളി. But much more than that, I am an Indian. So that is where I am standing for this election. ഈ ഇലക്ഷന് മത്സരിക്കാനായിട്ടെന്തെങ്കിലും ഞാൻ നിൽക്കുന്നത് എൻ്റെ ദേശത്തെ ഞാൻ സ്നേഹിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രേരണ. ഏത് പീപ്പിൾസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സെക്യുലർ എന്ന പാർട്ടിയിലാണ് അംഗമായിട്ടുള്ളത്? നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതെങ്കിൽ ഏറ്റവും വെറുപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അന്നെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് ടോട്ടൽ ദിസ് ഫോർ മീ. പക്ഷേ 2-3 മാസം മുമ്പേ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഡൽഹിയിൽ നിന്ന് തന്നെ വിളിച്ചു. അപ്പം പറഞ്ഞു, ആൻസൺ യു ഷുഡ് ബി ഇൻ പോളിറ്റിക്സ്. ഞാൻ പറഞ്ഞു, ഐ ഹേറ്റ് പോളിറ്റിക്സ്. അപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞതാണ്, ഇഫ് ദ റൈച്ചസ് പീപ്പിൾ ആർ നോട്ട് ദെയർ, ഹൗ ക്യാൻ യു എക്സ്പെക്ട് ഗുഡ് ഫ്രം ദ വിക്കഡ് ആൻഡ് ദ കറപ്റ്റ്? നല്ല ആൾക്കാരില്ലെങ്കിൽ പിന്നെ കറപ്റ്റായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന നന്മ? അതാണ് എനിക്ക് ഒരു പ്രേരണ തന്ന ഒരു ചാലഞ്ച് എൻ്റെ മനസ്സിലാണെങ്കിലിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. സോ അങ്ങനെയാണ് ദൈവമാണ് ഈ ഒരു വാതിൽ തുറന്നു തന്നെ. എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു പൊളിറ്റിക്സിനെ പറ്റി ഒരു നോളജോ ഒന്നുമില്ല. അങ്ങനെ ഐ ഗോട്ട് ഇൻ ടച്ച് വിത്ത് ദിസ് പീപ്പിൾസ് പാർട്ടി ഓഫ് ഇന്ത്യ, ദ ഫൗണ്ടർ പ്രസിഡൻറ്റ്. സോ ഹി എൻകറേജ് മീ ആൻഡ് ഫ്രം ദെയർ ഇറ്റ് ഈസ് ഐ ഹാവ് ഗോൺ ഇൻ ഫയലിംഗ് മൈ നോമിനേഷൻ. എൻ്റെ നോമിനേഷൻ ഫയൽ ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ഓരോരോ പ്രോസസ്സ് ആണെങ്കിൽ മുമ്പിലോട്ട് പോയതെല്ലാം ആണെങ്കിൽ ഐ സോ ഗോഡ്സ് ഹാൻഡ് ഇൻ ദാറ്റ്. ആൻസൺ തോമസ് മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തകനാണ്. റെഡ് സ്ട്രീറ്റിൽ അല്ലേ, ചുവന്ന തെരുവിൽ പെട്ടുപോയ ഒരു ഒട്ടനവധി നൂറുകണക്കിന് സ്ത്രീകളെ, പെൺകുട്ടികളെ അദ്ദേഹം സാഹസികമായി അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളൊക്കെ മുന്നിലുണ്ട് ഇങ്ങനെ ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ പോലും അല്ലേ. ഏകദേശം 800-നെക്കാട്ടിലും പെൺകുട്ടികളെ ചുമന്ന തെരുവിൽ ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നും പല സ്ഥലത്തു നിന്നാണെങ്കിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. കോടതിയിലാണെങ്കിൽ ഈ നടത്തുന്ന ആൾക്കാരുടെ അഗെയിൻസ്റ്റായിട്ടാണെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ആണെങ്കിൽ കൺവിക്റ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ ദ കോർട്ട്. ആൻഡ് അവർ നടത്തിക്കൊണ്ടിരുന്ന വേശ്യാലയം ആണെങ്കിൽ അത് പൂട്ടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കുറേ ഞാൻ ആണെങ്കിൽ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആൾക്കാരെന്നോട് പറയും, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയൽ ബാഡ് ദിസ് ലൈക്ക് ഇറ്റ്സ് വേഴ്സ് ദൻ ദ റെഡ് ലൈറ്റ് ഏരിയ. ബട്ട് ഞാൻ ഈ പോയി ഓരോരോ എക്സ്പീരിയൻസസ്, ചാലഞ്ചസ്. ആൻഡ് അത് തന്നെയല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ കസ്റ്റംസിലാണെങ്കിൽ 20 വർഷം ജോലി ചെയ്തിട്ടാണ് 2010 ഞാൻ റിട്ടയർമെൻ്റ് എടുത്തത്. അവിടെയും ഒത്തിരി കറപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ അന്നെങ്കിൽ ഐ വാസ് എ ഹോണസ്റ്റ് നോൺ കറപ്റ്റ് ഓഫീസർ. സോ ഐ സീ ഓൾ ദിസ് ക്യാൻ ബി യൂസ് ഫോർ ദ ഗുഡ്. ഈ ഒരു ഇലക്ഷനിൽ നന്മയ്ക്ക് വേണ്ടിയായിട്ട് യൂസ് ചെയ്യാം. കാരണം ആൾക്കാരാണെങ്കിൽ ഇന്ന് ആർ വെരി ഫെഡ് അപ്പ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ഓരോരോ കാര്യങ്ങൾ കാണുമ്പം ഈ സിസ്റ്റം വന്നെങ്കിൽ മുകളിലോട്ട് പോകുന്തോറും വന്നെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ കറപ്റ്റ്. സോ ഐ ബിലീവ് ദാറ്റ് ലൈക്ക് ഓൾ ദീസ് വർക്ക് ഞാൻ ഈ ഓരോ വേല ചെയ്തത് അതാണെങ്കിൽ നന്മയ്ക്ക് വേണ്ടി വലിയൊരു വാതിലാണെങ്കിൽ തുറന്നിട്ടുണ്ട്. ദൈവം തുറന്നിരിക്കുന്ന വാതിലാണ് ഈ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയും ആണെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ അന്നത്തെ ആ രക്ഷാപ്രവർത്തനം, ദൗത്യമൊക്കെ തന്നെ ഒരുപാട് ഭീഷണികൾ, ആളുകൾ ത്രെട്ടൺ ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചലഞ്ചസ് ഒക്കെ നേരിട്ട ആളാണ്. എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് കമാട്ടിപ്പുറ റെഡ് സ്ട്രീറ്റിലൊക്കെ ആണെങ്കിൽ. പക്ഷേ അവിടെയും ദൈവമാണ് എന്നെ ആണെങ്കിൽ രക്ഷിച്ചത്. അപ്പം നമ്മളൊരു പ്രാവശ്യമേ മരിക്കത്തുള്ളൂ. പക്ഷേ ഭയത്തിൽ കൂടെ നിന്നാണെങ്കിൽ നമ്മളെല്ലാം ദിവസം ആണെങ്കിൽ മരിക്കും. പൊളിറ്റിക്സും ആണെങ്കിൽ ഐ സീ ഇറ്റ് ഇൻ ദാറ്റ് വേ. ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലോട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്തു പോകുന്നു. കാരണം എന്താ? ദേ ആർ കറപ്റ്റ്. അതുകൊണ്ടാണെങ്കിൽ പേടിച്ച് ഭയന്നാണ് അവരാണെങ്കിൽ വേറെ പാർട്ടിയിലോട്ടാണെങ്കിൽ പോകുന്നത്. സോ വി നീഡ് നോൺ കറപ്റ്റ് പീപ്പിൾ. കറപ്ഷൻ ഇല്ലാത്ത ആൾക്കാർ വേണം. സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആൾക്കാർ വേണം. അങ്ങനെയാണ് എനിക്ക് ആ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞാൻ നിന്നാൽ ഞാൻ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി നിന്നിട്ടാണെങ്കിൽ നന്മ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് എൻ്റെ കയ്യിലാണെങ്കിലുണ്ട്. ഈ ചിഹ്നം മുന്തിരിയാണല്ലേ? എൻ്റെ ചിഹ്നം ആണെങ്കിൽ മുന്തിരിയാണ്. ഞങ്ങൾ നാഷണൽ അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ്. അപ്പം അതിൽ കൂടുന്ന ഇലക്ഷൻ കമ്മീഷനിൽ കൂടുന്ന കിട്ടിയിരിക്കുന്ന ഒരു ചിഹ്നമാണ് മുന്തിരി. ശ്രദ്ധേയമായ ചില
പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങൾ കാണുന്നുണ്ട് ഈ മാനിഫെസ്റ്റോയിലേക്ക് പോകുമ്പോൾ. അത് കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ ഡിവോഴ്സൊക്കെ കൂടുമ്പോൾ അത് തടയാൻ വേണ്ടി കൗൺസിലിംഗ് സെൻറ്ററുകൾ, അതുപോലെ സ്പോർട്സ് കൾച്ചർ വളർത്താനുള്ള നീക്കം, പ്രിസൺ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, അതായത് നിരപരാധികളായിട്ട് പോലും അവർക്ക് നിയമസഹായം നൽകുക, അങ്ങനെ കുറേ കാണുന്നുണ്ട് പ്രഖ്യാപനങ്ങൾ. യെസ്, എൻ്റെ മാനിഫെസ്റ്റോയിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന കാര്യവും ഇനി മുമ്പിലോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. പലരാണെങ്കിൽ പറയുന്നുണ്ട് 15 ലക്ഷം രൂപ ആണെങ്കിൽ കൊടുക്കാം എന്നുള്ളത്, ചിലർ പറയുന്നുണ്ട് 1 ലക്ഷം കൊടുക്കാം എന്നുള്ളത്. കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോമിസസ് ഒന്നെങ്കിൽ ഒന്നുമില്ല. റോഡുണ്ടാക്കാം, ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് തരാം, വെള്ളം തരാം, അങ്ങനെയുള്ള ഒരു പ്രോമിസും ഇല്ല. ഞാൻ കാണുന്നത് എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർന്നു കിടക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, പോർണോഗ്രാഫി, ഓൺലൈൻ ഗെയിമിംഗ്, ഇവരുടെ ഇടയിൽ എല്ലാം ഞാനാണെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ ആണെങ്കിൽ ഏത് വിധത്തിലാണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും, അതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. ഒരു കുടുംബത്തെ ആണെങ്കിൽ നന്നാക്കിയാൽ നമ്മുടെ രാഷ്ട്രം ആണെങ്കിൽ നന്നാവും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ സ്പോർട്സ് കൾച്ചർ, ഞാൻ സ്പോർട്സ് ആണെങ്കിൽ ചുമന്നതെരുവിൽ യൂസ് ചെയ്തായിരുന്നു. ഈ വേശ്യാലയത്തിൽ ആണെങ്കിൽ അവിടെ വളരുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിലാണെങ്കിൽ സ്പോർട്സ് നല്ലൊരു മാധ്യമമാണ് അട്രാക്റ്റ് ചെയ്യാനായിട്ട്. അതിൽ കൂടുന്നെങ്കിൽ ഇന്ന് അവിടെ ജനിച്ച കുഞ്ഞുങ്ങൾ അവർ വേശ്യയായിട്ടോ ദലാലായിട്ടോ ആണെങ്കിൽ മാറിപ്പോമായിരുന്നു. ഇന്ന് അവർ MBA ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കുഞ്ഞുങ്ങൾ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, അവർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടാണെങ്കിൽ പലയിടത്തായിട്ടാണെങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ദേശത്തിൻ്റെ നല്ല സിറ്റിസൺസായിട്ട് അവരെന്നെങ്കിൽ മാറിയിട്ടുണ്ട്. സോ അങ്ങനെ ഇനി മുമ്പിലോട്ട് വന്നെങ്കിൽ ഈ ഡ്രഗ്സ്, ഓരോരോ പോർണോഗ്രാഫി ആൻഡ് ഓരോ ഇതിൽ I see we can use sports. നമ്മൾ സ്പോർട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാണെങ്കിൽ ബിക്കംസ് ഫ്രഷൻഡ് അപ്പ്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഇൻ ടു ഓൾ ദീസ് നെഗറ്റീവ് തിങ്സ് ലൈക്ക് വി ക്യാൻ തിങ്ക് പോസിറ്റീവ്ലി. സോ സ്പോർട്സ് ഇറ്റ്സ് എ ഗുഡ് ദിസ് ടു ഇൻവോൾവ് ദ പീപ്പിൾ. കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാം സ്പോർട്സ് നല്ല ഒരു ഇതാണ്. ഇന്ന് പോർണോഗ്രാഫി തന്നെയാണെങ്കിൽ ആരും സംസാരിക്കാത്ത ഒരു കാര്യമാണ്. യുവാക്കൾ തന്നെയല്ല, വലിയവരും ആണെങ്കിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ അകപ്പെട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്തായിപ്പോയാൽ then the mind gets corrupted. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ കുർള എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബെയിലാണെങ്കിൽ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ റേപ്പ് ചെയ്തിട്ട് കൊന്നു. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം അതിൻ്റെ പുറകിലുള്ള ഇത് ചെയ്തപ്പം ഈ യങ്സ്റ്റർ, ഹി വാസ് ഓൾസോ എ യങ് പേഴ്സൺ, 21 വയസ്സുള്ള ഒരു യങ്സ്റ്റർ ആയിരുന്നു. പുള്ളിക്കാരൻ പോൺ കാണുമായിരുന്നു. ഇത് കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ മനസ്സ് മൊത്തമായിട്ടാണെങ്കിൽ എനിക്ക് കറപ്റ്റായി. അങ്ങനെയാണ് ഈ പിഞ്ചു കുഞ്ഞിനെ ആണെങ്കിൽ 4 വയസ്സുള്ള കുഞ്ഞിനെ ആണെങ്കിൽ റേപ്പ് ചെയ്തിട്ടാണെങ്കിൽ കൊന്നത്. സോ വി ഹാവ് ടു educate the people. There is corruption of money, but this is corruption of mind. Once your mind is corrupted, you don't see if it is an 80-year-old grandmother or a 4-year-old child. So there is a lot of work to be done, but politics and political parties don't focus on this. This is a total different concept where I would like to focus to make our country a better place. താങ്കളുടെ പോരാട്ടം 2 കരുത്തരായ സ്ഥാനാർത്ഥികൾക്കെതിരെയാണ്. BJPയും കോൺഗ്രസും ശക്തരായ 2 പേരെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പോരാട്ടം എത്രത്തോളം കടുത്തതാണ്? വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഞാൻ ചുമന്നതെരുവിലും ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തപ്പം ഞാൻ വലിയ ആൾക്കാരുടെ ഒന്നും അല്ലെങ്കിൽ ഇതായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ മുഖം കണ്ടിട്ട് ഞാൻ ഒരിക്കലും അന്നെങ്കിൽ പേടിച്ചിട്ടില്ല. ദ മോർ ഐ സീ ദം ദ മോർ പവർഫുള്ളി ഐ ഗോ. ഞാനൊരു കളിക്കാരനാണ്. ഞങ്ങളുടെ ഒപ്പനൻ്റ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഐ ഫീൽ മച്ച് മോർ ഗുഡ് ലൈക്ക് അവരെ ആണെങ്കിൽ ഫേസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ. ഒന്നാണെങ്കിൽ പ്രൊഫസർ ഉജ്വൽ നിക്കമാണ് BJP പാർട്ടിയിൽ നിന്ന്. മറ്റേ പ്രൊഫസർ വർഷ ഗായ്ക്വാഡ്. എനിക്കിവരോട് ചോദിക്കാനായിട്ടുള്ളത്, പ്രൊഫസർ വർഷ ഗായ്ക്വാഡ് അവർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ടും വുമൺ ആൻഡ് ചൈൽഡ് മിനിസ്റ്ററായിട്ടിരുന്നതാണ് നേരത്തെ. അവർ ഈ മിനിസ്റ്ററായിട്ടിരുന്ന സമയത്ത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ട്? ഐ ഡോണ്ട് സീ എനിത്തിങ്. റെഡ് ലൈറ്റ് ഏരിയ നമ്മുടെ സഹോദരികളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവിടെ അവരെ ഡേ ഇൻ ആൻഡ് ഔട്ട് റേപ്പ് ചെയ്തപ്പം ഹാവ് യു ഡൺ എനിത്തിങ് ഫോർ ദം? നത്തിങ്. യുവർ വുമൻ ആൻഡ് ചൈൽഡ് മിനിസ്റ്റർ ഒരു വിരൽ പോലും പൊക്കിയിട്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇന്ന് യു വാണ്ട് ടു കോൺടെസ്റ്റ് എലക്ഷൻ. ആൻഡ് ഈവൻ അഡ്വക്കേറ്റ് ഉജ്വൽ നിക്കം, ഗുഡ്. അജ്മൽ കസബ് കേസിലാണെങ്കിൽ യു ഡിഡ് ദിസ് ലൈക്ക് ടെററിസ്റ്റിനെ ആണെങ്കിൽ തൂക്കി വിധി ആണെങ്കിൽ ഇത് ചെയ്തു. പക്ഷേ മണിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ എത്രയോ ആൾക്കാരെ ആണെങ്കിൽ അവിടെ കൊന്നു.
ഭീഷണിപ്പെടുത്തി, വീടുകളാണെങ്കിൽ നശിപ്പിച്ചു, അവിടെ ആണെങ്കിൽ ചർച്ചസ് ആണെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തു. ഡിഡ് യു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്പീക്ക്? വാ തുറന്നാണെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? യു ആർ എ വെരി പവർഫുൾ മാൻ. ഡിഡ് യു യൂസ് യുവർ പവർ ഫോർ ദാറ്റ്? അതുതന്നെ. അതുകൂടാതെ ആണെങ്കിൽ ഇലക്ട്രോൾ ബോണ്ട്സിൻ്റെ ആണെങ്കിൽ ഇഷ്യൂ വന്നു. സുപ്രീം കോർട്ട് ആണെങ്കിൽ ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ ഇത് ചെയ്തു ദാറ്റ് ദിസ് ഇസ് ടോട്ടൽ കറപ്ഷൻ എന്നുള്ളത്. ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ആസ് എ നോൺ കറപ്റ്റ് പൊളിറ്റീഷ്യൻ, ഡിഡ് യു ക്വസ്റ്റ്യൻ ദി ഇലക്ട്രോൾ ബോണ്ട് ഇഷ്യൂ? You did not. But I have questioned in the Supreme Court, in the Enforcement Directorate, and also between the Election Commission regarding all these issues. ഈ മുംബൈക്ക് പുറത്ത് മറ്റെവിടെയെങ്കിലും പ്രചാരണത്തിന് പോയി? കേരളത്തിലൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ പാർട്ടി. കേരളത്തിൽ ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് പത്തനംതിട്ടയിൽ നിന്നെങ്കിൽ കോൺടെസ്റ്റ് ചെയ്തായിരുന്നു. അതിനുവേണ്ടി ഐ എം ദ ജനറൽ സെക്രട്ടറി ഓഫ് മഹാരാഷ്ട്ര ആൻഡ് കേരള. സോ അതിൻ്റെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ഞാൻ പത്തനംതിട്ടയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയട്ടെ, വിജയിക്കാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥന. യെസ്, മലയാളി വോട്ടർമാരും ഉണ്ട് ഇവിടെ കാര്യമായിട്ട്, ഒത്തിരി വോട്ടേഴ്സ് ഉണ്ട്. സോ താങ്ക് യു വെരി മച്ച്. ആൻസൺ തോമസ് ആണ് ഇത്ര നേരം നമ്മോടൊപ്പം ചേർന്നത്. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.